നൗഷാദിൻ്റെ ആ പഴയ ഹരൊന്നും കാണുന്നില്ല ഇപ്പം ചില പ്രസംഗത്തിൽ. ഏതായാലും കേരള യാത്രയുടെ സമാപന പ്രസംഗം ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിൻ്റെ പ്രസംഗം എടുത്തിട്ട് കൊണ്ട് സംസാരിക്കുന്നുണ്ട് നൗഷാദ്. അതൊന്ന് നമുക്കൊന്ന് കേൾക്കാം. നൗഷാദേ, ഒന്ന് വന്നാടാ. എ.പി. അബൂബക്കർ മുസ്ലിയാർക്ക് പറയേണ്ടി വന്നു. എന്താണ് എ.പി. അബൂബക്കർ മുസ്ലിയാർക്ക് പറയേണ്ടി വന്നത് നൗഷോ? ഒന്ന് പറഞ്ഞ. ഈ സദസ്സിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തിയത് ശരിയല്ല. അതങ്ങനെ പറയേണ്ടോടത്തൊക്കെ പറയലുണ്ട് നൗഷു. അത് ആദ്യമായിട്ടൊന്നുമല്ല. ഒരു വേദിയിൽ ആര് രാഷ്ട്രീയം പറഞ്ഞാലും അവിടെ രാഷ്ട്രീയം പറയേണ്ടാത്ത വേദിയാണെങ്കിൽ ഇത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചത് ശരിയല്ല എന്ന് സാധാരണ ഉപയോഗപ്പെടുത്താറുണ്ട്. ഏതായാലും ബാക്കി പറയും. അതങ്ങനെ തന്നെ. അത് ഏതാ രാവ് എന്നുള്ള ഞാൻ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല രാവിലെ ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂട്ടി ഫാത്തിയോതി ദ്വാരക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പുണ്യമുള്ള കാര്യമല്ലെങ്ങായി. എവിടേക്കാണ് ഈ പോക്ക്? നാളെ മഹ്ശറയിൽ വിജയം കിട്ടാൻ. ഒന്ന് കേട്ടോളൂ. അന്ന് ആ സദസ്സിൽ വെച്ച് അതിൻ്റെ ക്യാപ്റ്റന് പറയേണ്ടി വന്ന ഒരു ദുർഗതി വെച്ചോളൂ. ആയിക്കോട്ടെ, ആ സദസ്സിൽ വെച്ച് അതിൻ്റെ ക്യാപ്റ്റന് പറയേണ്ടി വന്ന ദുർഗതി എന്ന് പറഞ്ഞത് അതൊന്ന് പറയട്ടെ, എന്നിട്ട് ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഈ സാഹോദര്യവും മതത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പേരിലുള്ള ഒത്തുകൂടൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പായി ആരും കരുതരുത്. ഇത് രാഷ്ട്രീയത്തിൻ്റെ ഒരു സമ്മേളനം അല്ല. ഞങ്ങൾക്ക് പ്രത്യേകമായ തക്ബീറിന് പിന്നെ കുറവില്ല. തെക്കുബീറിന് കുറവുണ്ടാവില്ല. അത് ഞങ്ങളെ സുൽത്താനുൽ ഉലമ തൊള്ള തുറന്നാൽ ഞങ്ങൾ തെക്കുബീറിലും. എൻ്റെ മാതിരി പീക്കിരി കുട്ടികളല്ല തെക്കുബീറിലുണ്ട്. ഒന്നിനാത്രം പോകുന്ന ആൾക്കാരെ തെക്കുബീറിലുണ്ട്. മനസ്സിലായി കച്ച്. ആ വി.ഡി. സതീശൻ പ്രസംഗിച്ചപ്പോഴാണ് അത്ര കൂടുതൽ തക്ബീർ കിട്ടിയത്. അതനി പിണറായി സാർ പ്രസംഗിച്ചപ്പോഴതിൽ തർക്കമുണ്ട്. വഫീഹി കൗലാനി. അതിന് എണ്ണി നോക്കിയിട്ട് വേണം സ്ഥിരപ്പെടുത്താൻ. തെക്കുബീറിനൊരു കുറവില്ല. ഇത് രണ്ടാളും പ്രസംഗിച്ച് അത് ശരിയായില്ല എന്ന് എ.പി. അബൂബക്കർ മുസ്ലിയാർ പറയുമ്പോഴും അല്ലാഹു അക്ബർ. എങ്ങനെയുണ്ട്? ഒരു സ്റ്റേജിൽ വെച്ച് നടന്ന 1 മണിക്കൂർ 2 മണിക്കൂറൊന്നല്ല. മോൻ്റെ നൗഷാദേ, എൻ്റെ ഒരു അധോഗതിയാണ് ഞാൻ ചിന്തിക്കുന്നത്. എത്ര നല്ലൊരു ഉഷാറായിട്ട് പ്രസംഗിക്കാൻ വെച്ചിരുന്ന എൻഡോനാജ് ഈ ഇക്കോലത്തിൽ അതപ്പതിച്ചല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഖേദുണ്ട് മോനെ, ഖേദുണ്ട്. കാരണം കേരള യാത്രയുടെ സമാപനത്തിൽ പ്രതിപക്ഷ നേതാവ് സതീശൻ പ്രസംഗിച്ചപ്പോൾ ആ തക്ബീർ കൂടുതൽ കിട്ടിയത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചപ്പോഴാണോ കൂടുതൽ തക്ബീർ കിട്ടിയത്? അതിൽ വഫിയ കൗലാനി 2 കൗലുണ്ട്. ഈ എന്തിനാ ചക്ക ജീവിക്കണേ ചങ്ങായിയെ? പണ്ഡിതന്മാരെ കുറ്റപ്പെടുത്താൻ വേണ്ടിക്കൊണ്ട് എന്തിനാ ചക്ക ജീവിക്കണേ? ഇതൊന്ന് ചിന്തിച്ചു നോക്കാം. ചങ്ങായി, സതീശൻ പ്രസംഗിച്ച സമയത്ത് തക്ബീർ ചൊല്ലി. അത് സതീശൻ പ്രസംഗിച്ചത് അങ്ങനത്തെ വിഷയമായിരുന്നു. ആ വിഷയത്തിനനുസരിച്ച് തക്ബീർ കൊടുക്കും. പിണറായി വിജയൻ പ്രസംഗിച്ചപ്പോൾ തക്ബീർ ചെല്ലേണ്ടടുത്ത് തക്ബീർ ചെല്ലും. അത് വിഷയം എന്താണെങ്കിൽ ആ വിഷയത്തിനനുസരിച്ച് തക്ബീർ ചെല്ലും. കാന്തപുരം ഉസ്താദ് പ്രസംഗിച്ചു. അതിന് ശേഷം പ്രസംഗിച്ചപ്പോൾ കാന്തപുരം ഉസ്താദ് എന്ത് ചെയ്തു? ഇതാ വേദിയല്ല, ഇത് രാഷ്ട്രീയമായിട്ട് നിങ്ങളാരും കാണരുത്. രണ്ടോടത്തേക്കും കൊടുത്തു മറുപടി. പിണറായി വിജയൻ്റെ LDFനും കൊടുത്തു, സതീശൻ്റെ UDFനും കൊടുത്തു മറുപടി. എന്താ പറഞ്ഞത്? ഇത് നിങ്ങളാരും രാഷ്ട്രീയ വേദിയായിട്ട് കാണാൻ പാടില്ല. ഇത് ഞങ്ങൾ അതിനു വേണ്ടി സംഘടിപ്പിച്ചതല്ല. ഇത് മനുഷ്യർക്കൊപ്പം എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറങ്ങി തിരിച്ചൊരു ജാഥയാണ്. ഇതിനെ ആ രൂപത്തിലാണ് കാണേണ്ടത് എന്ന് പറഞ്ഞ് രാഷ്ട്രീയമായി ഒരിക്കലും കാണാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടിവരയിട്ടുകൊണ്ട് 94 വയസ്സായ പണ്ഡിതൻ മനസ്സിലാക്കിക്കച്ച് ഒരു ഇടതടവില്ലാതെ ഒരു എഴുതി കൊടുത്ത പേപ്പർ നോക്കിയിട്ട് വായിക്കല്ല എ പി ഉസ്താദ്.
മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്താ പ്രസംഗിക്കണത്. മോനെ മനസ്സിലാക്കിക്കജി, അങ്ങനത്തെ ഒരു പണ്ഡിതൻ ഇന്ന് കേരളക്കരയിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്നുള്ള പേരുള്ള ആ വലിയ മഹാമനുഷ്യയാണ് എന്ന് മനസ്സിലാക്കിക്കോ. മനസ്സിലായ എനിക്ക്? ആ പണ്ഡിതൻ 2 കൂട്ടർ പറഞ്ഞതും അതിന് അക്കമിട്ട് മറുപടി പറയുമ്പോൾ കേൾക്കുമ്പോൾ അത് തെക്ബീർ ചൊല്ലും. സതീശൻ പറയുമ്പോൾ അതിന് തെക്ബീർ ചൊല്ലും. പിണറായി വിജയൻ പറയുമ്പോൾ അതിനും തെക്ബീർ ചൊല്ലും. അത് അതിൻ്റേതായ തെക്ബീറിൻ്റെ സ്ഥാനത്തെത്തുമ്പോൾ തെക്ബീർ ചൊല്ലും. അതിന് തെക്ബീറയുടെ ചൊല്ലേണ്ടത് എനിക്കറിയണ്ടേ? എൻ്റെ ടീമിനെ അറിയണ്ടേ? എൻ്റെ ഇപ്പോൾ ആ സ്റ്റേജിൽ 3-4 ആൾക്കാരങ്ങനെ കാണുന്നുണ്ട്. എന്നാൽ ഞാൻ സദസ്സുക്കൊന്ന ക്യാമറ ഒന്ന് പിടിച്ചാൽ ഇവരെ പേരക്കുട്ടികളാണ് സദസ്സിലുള്ളത്. ഈ ഇരിക്കണ പോലെ പേരക്കുട്ടികളാണ് സദസ്സിലുള്ളത്. എന്നിട്ട് ഐറ്റങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കൊണ്ട് ബാങ്ക് കൊടുപ്പിച്ച മാതിരിയാണ്. മൈക്കിലങ്ങനെയല്ല, ചെറിയ കുട്ടികൾ ബാങ്ക് കൊടുത്താൽ നമുക്ക് ചെറിയൊരു ഒച്ച ഇങ്ങനെ കേൾക്കാം അന്നതുപോലെ. തീരെ അന്തണ്ട ന്യൂസാണ്. എനിക്ക് ഇതൊന്ന് ചിന്തിച്ചു നോക്കാം എൻ്റെ വലിപ്പം. എന്നിട്ട് ഇജാണല്ലോ ഈ പണ്ഡിതന്മാരെ പറയുന്നത്. ഖേദമുണ്ട് മോനെ, ഖേദമുണ്ട്. കാരണം എൻ്റെ പ്രസംഗം ഇങ്ങനെ അല്ലായിരുന്നു. സുന്നത്ത് ജമാഅത്തിന് ഉപകാരപ്രദമായ പ്രസംഗമായിരുന്നു. നീ എന്തൊക്കെയാ പറയുന്നത്? എന്തൊക്കെയാ പറയണത്? അനക്ക് ലക്കും ലഗാനും കെട്ടുപോയി. വല്ല കഞ്ചാവ് വലിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് പ്രസംഗിക്കാൻ കയറിയതുപോലെ, അതല്ലെങ്കിൽ വല്ല ബീറൊക്കെ കുടിച്ചു കണ്ട് പോയതുപോലെയാണ് ഇവൻ എന്ത് ചെയ്യുക പ്രസംഗത്തിന് കയറിക്കഴിഞ്ഞാൽ പണ്ഡിതന്മാരെ പറയാം. ഇത് നാടന്മാരായ ആളുകൾക്ക് AP കുരുവട്ടൂർ തൊരീക്കത്തേരൊന്നുമില്ല. തലി കെട്ടി താടി വെച്ച എല്ലാവരും മൂല്യന്മാരാണ്. ആ മൂല്യന്മാർ എന്നുള്ള നിലക്കാണ് നാടന്മാരായ ആൾക്കാർ കാണുക. ഈ ചങ്ങായി ഇങ്ങനെ പറയുമ്പോൾ എന്താണിതെന്ന് വിചാരിക്കൂലേ മനുഷ്യന്മാർ? ഒരു ഉസുറും പുളിയില്ലാതെ പണ്ഡിതന്മാരെ പറയാനായിട്ട് തലി കെട്ടിയൊരു മനുഷ്യൻ. ചങ്ങായിയെ ഉസ്താദിൻ്റെ യാത്രയിൽ എന്നാൽ ഞാനൊക്കൊരു വർത്താനം കേൾക്കണോ? AP ഉസ്താദിൻ്റെ സ്റ്റേജിൽ ആദ്യമായിട്ടൊന്നല്ല രാഷ്ട്രീയം പറയുന്നത്. മർക്കസു സഖാഫത്തി സുന്നിയയുടെ സമ്മേളന നഗരിയിൽ സന്നദ്ധാന സമ്മേളനത്തിൻ്റെ സമാപന പ്രസംഗത്തിൽ വരെ രാഷ്ട്രീയം പറഞ്ഞവരുണ്ടായിരുന്നു. ആ രാഷ്ട്രീയം പറയുമ്പോൾ ആ രാഷ്ട്രീയത്തെ ഗണ്ണിച്ചുകൊണ്ട് പലതവണയും പേരോട് ഉസ്താദും അതുപോലെ തന്നെ വണ്ടൂർ ഉസ്താദും അതുപോലെ തന്നെ AP ഉസ്താദും അതുപോലെ പല പണ്ഡിതന്മാരും കൂടുതലും പേരോട് ഉസ്താദും AP ഉസ്താദും തന്നെ കൈകാര്യം ചെയ്യാറുണ്ട്. രാഷ്ട്രീയക്കാരെങ്ങനെ ആയാലും അങ്ങനെയാണല്ലോ, പൂച്ചനെ പിടിച്ച് മേലക്കിട്ട കാല് കീപ്പെട്ടായി വരാറുള്ളത് പോലെയാണ്. രാഷ്ട്രീയക്കാരെ ഏത് സ്റ്റേജിൽ കൊണ്ടുപോയി വെച്ചാലും അവരുടേതായ രാഷ്ട്രീയം ഒന്ന് കൊത്തും. അത് ഏത് രാഷ്ട്രീയക്കാരും അങ്ങനെയാണ്. രാഷ്ട്രീയക്കാരുടെ സ്വഭാവം കാണിക്കും. ഇജൻ്റെ വട്ടൂരി സ്വഭാവം കാണിക്കുന്നുണ്ടല്ലോ, കുരുവട്ടൂരി സ്വഭാവം കാണിക്കുന്നുണ്ടല്ലോ. കാരണം എൻ്റെ വട്ടൂരി സ്വഭാവം എന്താണ്? എൻ്റെ ഷെയ്ഖിൻ്റെ നിർദ്ദേശം ഇജ് മൈക്കയാണ്, ഇജ് ഷെയ്ഖിൻ്റെ കൈതയായി ജീവിക്കുകയാണ് എന്ന് ജന്നെ പ്രസംഗിച്ചതാണ്, പറയുകയും ചെയ്തതാണ്. അത് ഇജാകുന്നുണ്ട്. ഇജ് സ്വയം കൈതയാകുന്നുണ്ട്, ഇജ് സ്വയം മൈക്കയാവുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് വട്ടൂരി എന്താണോ എന്നോട് പറഞ്ഞത് അതനുസരിച്ച് ഇങ്ങനെ പറയും. ആ പറയുന്നത് അത് ജനങ്ങൾക്ക് ഉപകാരമുണ്ടോ അതല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം എന്നൊന്നും ചിന്തിക്കാതെ അങ്ങനെ വിളിച്ചു പറയുകയാണല്ലോ. അതെൻ്റേതായ സ്വഭാവം കാണിക്കും. അതാണ് ഇവിടെ നടക്കുന്നത്. അതല്ലാതെ ആര് ഈ രാഷ്ട്രീയക്കാരെ ഏത് സമസ്തൻ്റെ വേദിയിലേക്കും ഏത് പരിപാടിയിലേക്ക് വിളിച്ചാലും രാഷ്ട്രീയക്കാരെ വിളിക്കുന്നത് ഒരു പൊതുപരിപാടിയാണ് എന്നുള്ള നിലക്കാണ്. അവർ വന്നാൽ അവർക്ക് പ്രസംഗിക്കാൻ ടൈം കൊടുത്താൽ എങ്ങനെയായാലും അവരുടെ പ്രസംഗത്തിൽ അവരുടെ രാഷ്ട്രീയം കയറി വരും, സ്വാഭാവികമാണ്. എന്നാൽ അതിന് വേണ്ടിക്കൊണ്ടാണ് ജാഥ ക്യാപ്റ്റൻ, നേരത്തെ പറഞ്ഞ ക്യാപ്റ്റൻ ഉണ്ടല്ലോ, ജാഥ ക്യാപ്റ്റൻ്റെ പ്രസംഗം അവരുടെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുക. അവരുടെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷമാണ് ജാഥ ക്യാപ്റ്റൻ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിൻ്റെ പ്രസംഗമുള്ളത്. അവിടെ ഉസ്താദ് എന്ത് ചെയ്യും? ഇവർ പ്രസംഗിച്ചതൊക്കെ തിരുത്തി അക്കമിട്ട് മുബീനിൽ മന്ത്രിക്കാന്ന് കേട്ടിട്ടില്ലേ എന്നതുപോലെ ഓരോന്നും എടുത്തെടുത്ത് അതൊക്കെ എന്ത് ചെയ്യും? അക്കമിട്ടങ്ങ് മറുപടി പറയും.
അത് കേൾക്കുമ്പോഴും പ്രവർത്തകർ തെക്കുബീർ ചൊല്ലും. എന്താ തെക്കുബീറിന് എനിക്ക് പ്രശ്നം? എന്താ തെക്കുബീറിന് എനിക്ക് പ്രശ്നം? എൻ്റെ വട്ടൂരിൻ്റെ പേര് കേൾക്കുമ്പോൾ ഇപ്പോൾ തെക്കുബീർ എല്ലാം ആൾ കുറഞ്ഞു പോയില്ലേ? ഒരുപാട് ആളുകൾ കുറഞ്ഞൂലേ? വ്യക്തിപരമായിക്കൊണ്ട് പറയൽ തുടങ്ങിയപ്പോൾ കാന്തപുരം ഉസ്താദിനെ ഞാൻ വ്യക്തിപരമായിക്കൊണ്ട് ആക്ഷേപിച്ചാൽ അന്ന് എനിക്ക് പിരാന്താണ് എന്ന് നിങ്ങൾ കരുതിക്കോളണം എന്നാജ് പറഞ്ഞത്. ഓർക്കുന്നുണ്ടജ്? ഇപ്പോൾ സത്യത്തിൽ പിരാന്തിലാണ് ഉള്ളതില്ലേ? അപ്പോൾ ശരിക്ക് സത്യത്തിൽ കുരുവട്ടൂരികൾ എന്നല്ല നിങ്ങളെ പറയേണ്ടത്. നിങ്ങളെ പറയേണ്ടത് കുതിരവട്ടൂരുകൾ എന്നാ. കുതിരവട്ടൂരികൾ. കുതിരവട്ടത്തിലുള്ള അതിലേക്ക് നിസ്ബ ചെയ്തിട്ടാണ് നിന്നെ പറയേണ്ടത് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും പടച്ചോൻ കാത്ത് രക്ഷിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ പറയുമ്പോൾ എന്താണ് ഇമ്മോലിയർ ഇങ്ങനെ പറയുന്നത് എന്ന് കരുതണ്ട. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച ഈ സുഹൃത്തിന് ഉഷാദ് മുസ്ലിയാരി എന്ന് പറഞ്ഞ ഈ ചങ്ങാതി, ഇവൻ ഒരു കള്ളത്വരീക്കത്തിൽ ചേർന്നുകൊണ്ട് വലിയ വലിയ പണ്ഡിതന്മാരെ തെറി വിളിക്കുകയാണ്, വലിയ വലിയ പണ്ഡിതന്മാരെ ഇകഴ്ത്തുകയാണ്. ഇത് കാണുമ്പോൾ സഹിക്കാൻ വയ്യാതെ വരുമ്പോൾ ഇവൻ്റെ പ്രസംഗമെടുത്തിട്ട് കൊണ്ട് ജനങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിക്കൊണ്ടാണ് പറയുന്നത്. ഇത് തലീക്കെട്ടും താടിയും അല്ല. തലീക്കെട്ടും താടിയും നോക്കിയിട്ടാണെങ്കിൽ നമ്മളെ കെട്ടിനേക്കാൾ ഉഷാറായിട്ട് കെട്ടും സിക്കുകാർ. നമ്മൾ കണ്ടിട്ടില്ലേ മൻമോഹൻ സിംഗ് എങ്ങനെ കെട്ടിയിരുന്നു? എൻ്റെ കെട്ടൊക്കെ ഒരു കെട്ടാണോ? മൻമോഹൻ സിംഗിൻ്റെ കെട്ടെന്ത് കെട്ടായിരുന്നു? അടിപൊളി കെട്ടല്ലായിരുന്നോ? അപ്പോൾ സിഖുകാർ നല്ല അടിപൊളിയായിട്ട് കെട്ടും. താടിയും അങ്ങനെ തന്നെയാണ്. നല്ല അടിപൊളി താടിയും അവർക്കുണ്ടാകും. ഇങ്ങനെ താടിയും തലീകെട്ടും നോക്കിയാൽ മാത്രം പോരാ, അവരുടെ പ്രവർത്തന അവരുടെ വാക്കുകളിലേക്കും ഒന്ന് നോക്കണം. ഇവൻ്റെ വാക്കുകളും പ്രവർത്തനങ്ങളും ശരിക്കും ഇസ്ലാമിന് വിരുദ്ധമാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വെറും കള്ളത്വരീക്കത്തിൽ കൂടിക്കൊണ്ട് നിസ്കാരവും അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ അവർക്ക് തോന്നുമ്പോൾ ചെയ്യുന്നത് മാത്രമാണ് അവരുടെ ഇബാദത്തിൽ കടക്കുന്നത്. എന്നാൽ ഇസ്ലാമിനിക്ക് വേണ്ടിക്കൊണ്ട് മനുഷ്യർക്കൊപ്പം എന്നുള്ള പ്രമേയവുമായിക്കൊണ്ട് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകൾ കേരളത്തിൻ്റെ ഒരു തല മുതൽ മറ്റേ തലവരെ പോയപ്പോൾ അതിൻ്റെ പിന്നിൽ നടന്നുകൊണ്ട് പരിഹസിച്ചും കളിയാക്കിക്കൊണ്ടും എത്രയോ പ്രായം ചെന്ന പണ്ഡിതനെ പരിഹസിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു നൗഷാദ്. കേരള യാത്ര അങ്ങ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ സമാപന സമ്മേളനം എടുത്തിട്ട് 2 ആഴ്ചയോളം എന്നാൽ അത് പ്രസംഗിക്കാലോ, എന്നിട്ടെങ്കിലും കഞ്ഞി കുടിക്കാലോ എന്നുള്ള നിലക്കാണ് കുരുവട്ടൂരികളായ നൗഷാദും പമ്പൈസും കുഞ്ഞേമതും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പടച്ചോനെ, ഇവരെ ഷെറിനെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ആലിമീങ്ങളെ സ്നേഹിക്കുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. പടച്ച റബ്ബേ, ഈ ബുഹ്താനികളുടെ ഷെറിനെ തൊട്ട് ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.